ഇറ്റ്സ് മീ ജുവാന. അപ്പോൾ നമ്മൾ വെള്ളിമല അമ്പലത്തിലേക്ക് ഭജനയ്ക്ക് പോകുവാണ്. അപ്പോൾ അമ്പലം എത്തിയിട്ടുണ്ട്. അപ്പം നമ്മൾ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്. ഭജനയ്ക്ക് സമയമായിട്ടില്ല, ദീപാരാധനൻ്റെ സമയമായി. അപ്പോൾ നമ്മൾ ദീപാരാധനയ്ക്ക് നിൽക്കുകയാണ്, അവിടെ പ്രാർത്ഥന ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് ആൾക്കാരൊക്കെ വന്നുകൊണ്ടിരിക്കുന്നു. ദീപാരാധനയായി. ദീപാരാധനേൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു. അപ്പം നമ്മൾ ഗണപതീൻ്റെ അടുത്തേക്ക് തൊഴാൻ പോവുകയാണ്. അപ്പോൾ എല്ലാവരും കുഞ്ഞാറ്റയൊക്കെ എൻ്റെ കൂട്ടത്തിലുണ്ട്. ഗണപതീൻ്റെ അടുത്തെത്തി, ഗണപതീനെ അയ്യപ്പൻ്റെ അടുത്തെത്തി, അയ്യപ്പൻ്റെ അടുത്ത് തൊഴുവാണ്. അപ്പം നമ്മൾ അയ്യപ്പൻ്റെ അടുത്ത് തൊഴുതു. ഇനി നമ്മൾ പ്രസാദം വാങ്ങാൻ വേണ്ടി പോവുക കേട്ടോ. അപ്പം നമ്മൾ പ്രസാദമൊക്കെ വാങ്ങി, പൂവൊക്കെ വാങ്ങി, ചന്ദനമൊക്കെ തൊട്ടിട്ട് ഇനി നമ്മൾ ഭജനയ്ക്ക് ഇരിക്കാൻ വേണ്ടി പോവുക. നമ്മൾ ഭജനയ്ക്ക് ഇരുന്നു ഇവിടെ. അപ്പം എല്ലാവരും വരുന്നേ ഉള്ളൂ. പുസ്തകമൊക്കെ എടുത്തിട്ടുണ്ട്, കിഞ്ചരൊക്കെ എടുത്തിട്ടുണ്ട്, പാടാൻ വേണ്ടി പോവുകയാണ്. അപ്പം ആദ്യം നമ്മൾ സന്ധ്യനാമമാണ് തുടങ്ങുന്നത്. അപ്പം നമ്മൾ ആദ്യം ഗണപതീൻ്റെ പാട്ട് പാടും, സന്ധ്യനാമം കഴിഞ്ഞിട്ടാട്ടോ. പിന്നെ സരസ്വതി, ഗുരുദേവൻ, ശിവൻ, സുബ്രഹ്മണ്യ സ്വാമി, കൃഷ്ണൻ, രാമൻ, അയ്യപ്പൻ, അങ്ങനെ ഈ എല്ലാ ദൈവങ്ങളുടെയും പാട്ട് പാടിക്കഴിഞ്ഞിട്ട് ലാസ്റ്റ് മംഗളം നമ്മൾ പാടും. അപ്പം പിള്ളേരും അമ്മമാരും എല്ലാവരും വന്നിട്ടുണ്ട്. എല്ലാവരും വന്ന് ഭജനയ്ക്കിരുന്ന് നല്ല പാട്ടൊക്കെ പാടുന്നുണ്ട് എല്ലാവരും കൂടെ. നമ്മൾ കിഞ്ചറയൊക്കെ കൊട്ടിയിട്ടാണ് പാടുന്നത്. അപ്പം എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. എല്ലാവരും നല്ല പാട്ടൊക്കെ ഏറ്റുപാടുന്നുണ്ട്. അപ്പം ഇന്ന് 40ആണ്, നാളെ 41ആണ്. നാളത്തോടുകൂടി മണ്ഡലകാലം അവസാനിക്കും. പിന്നെ അടുത്തത് മകരവിളക്ക്. പിന്നെ ഈ മണ്ഡലകാലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 41 ദിവസമാണല്ലോ. അപ്പോൾ ഇനി അടുത്ത വർഷമാണ് ഇനി ഉള്ളൂ. അപ്പം നമ്മൾ ഭജന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കാൻ പോവുകയാണ്. അപ്പോൾ ഇവിടുത്തെ ഏറ്റവും പുണ്യം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവിടെ ഭജന കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നതാണ്. നമ്മുടെ മഹാദേവൻ ഇവിടെ വരുന്ന എല്ലാവർക്കും വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കും. വിശപ്പുള്ളവർക്ക് ഭക്ഷണം കൊടുക്കും. ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ വീട്ടിലേക്ക് പോകാം കേട്ടോ. ടാറ്റാ.